വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും ഓക്കെ ആണോ? കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് സാറ്റർഡേ ആയിട്ട് എല്ലാവർക്കും ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും സ്കൂളിലൊക്കെ പോയി. ഉച്ച വരെ ഉണ്ടായിരുന്നോ അതോ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നോ? അപ്പോൾ വൈകിട്ടത്തെ ഡിന്നറും ഒക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ചില കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് ഉറങ്ങി കാണും, ചിലരൊക്കെ ഉണർന്നിരിപ്പുണ്ടായിരിക്കും. അപ്പൊ അമ്മമാരൊക്കെ ആണെങ്കിൽ അവരുടെ പണികളൊക്കെ തീർത്ത് വിശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഫുഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ കുറെ വീഡിയോസ് ഇട്ടിരുന്നെങ്കിലും ഞാൻ അതിന് മുമ്പ് സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങളും അതുകൊണ്ടുള്ള വാക്കുകളും ഒക്കെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കൂട്ടക്ഷരങ്ങൾക്ക് തുടക്കം ഇട്ടിരുന്നു ഞാൻ. പക്ഷെ 2 ദിവസമായിട്ട് ഓരോ സ്പെഷ്യൽ ഡേകൾ വന്നത് കാരണം നമുക്കതിന്റെ ബാക്കി പഠിക്കാൻ സാധിച്ചില്ല. കാരണം സ്പെഷ്യൽ ഡേകൾ വരുമ്പോൾ നമുക്ക് അതിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താ ഒരു ഡേ വന്നാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങളിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ആ 2 ദിവസവും ഞാൻ ആ സ്പെഷ്യൽ ഡേയെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നോട് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് അറിയാൻ പറ്റാത്ത ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതും എനിക്ക് പറഞ്ഞു തരണം. നിങ്ങളിൽ നിന്നുള്ള അറിവ് എനിക്കും കിട്ടുന്നത് എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ എന്തെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു? ഒരുപാട് അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു, അതുകൊണ്ടുള്ള വാക്കുകൾ പഠിച്ചു. പിന്നെ കൂട്ടക്ഷരങ്ങളാണ് പകുതി പഠിച്ചു നിർത്തിയത്. കൂട്ടക്ഷരങ്ങൾ തുടങ്ങാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ബാക്കി കൂടി പഠിപ്പിക്കാമെന്ന് കരുതി. ഞാൻ അതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഇന്നലെ യോഗയുടെയും മ്യൂസിക്കിന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പാട്ട് കേട്ട് ഉറങ്ങുന്ന കാര്യം, രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്ത കാര്യം. ഇത് എത്ര പേര് ഫോളോ ചെയ്തു? ചിലര് കണ്ടിന്യൂസ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലാതെ ചെയ്താത്തവരായിട്ട് ആരെങ്കിലും ഇത് ഫോളോ ചെയ്തോ? അങ്ങനെ ഫോളോ ചെയ്തെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസം? ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതെനിക്ക് കമന്റിലൂടെ നിങ്ങളെ എനിക്ക് ഇട്ട് തരണം. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ പഠിപ്പിച്ചു നിർത്തിയത് എന്ന് പറയുന്നത് കൂട്ടക്ഷരത്തിൽ നിന്നായിരുന്നു. കൂട്ടക്ഷരം എന്ന് പറയുമ്പോൾ ഇക്ക, ഇങ്ക, ഇങ്ങ, ഇതായിരുന്നു ഞാൻ പഠിപ്പിച്ചത് നിങ്ങളെ. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കിയാണ് ഇനി പഠിപ്പിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇക്ക, ഇങ്ക, ഇങ്ങ ഇത് നിങ്ങൾ എഴുതി കാണുമെന്നും ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് ഇച്ച, ഇഞ്ച, ഇഞ്ഞ, ഈ ഇത്രയും വാക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. ഇച്ച, ഇഞ്ച, ഇഞ്ഞ. ഇച്ച വെച്ച് കേട്ടിട്ടില്ലേ കൂട്ടുകാരെ? ഈച്ച, അതൊക്കെ ഇച്ച വെച്ച് വരുന്നതാണ്. ഇഞ്ച വെച്ച് ഇഞ്ചാന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ തേക്കുന്ന ഒരു സാധനമാണ് ഇഞ്ച എന്ന് പറയുന്നത്. ഇഞ്ച, മഞ്ചാടി, ഇതൊക്കെ ഇഞ്ച വെച്ചുള്ളതാണ്. ഇനി ഇഞ്ഞയോ? മഞ്ഞ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനൊക്കെ ഈ ഇഞ്ഞയാണ് വരുന്നത്. ഞാനൊന്ന് എഴുതി കാണിക്കാം, കൂടുതൽ ശ്രദ്ധിച്ച് കണ്ടോണേ. ഇച്ച എന്ന് പറയുമ്പോൾ നമ്മള് കായ്ക്കുന്ന ചായച്ച എന്നാ പഠിച്ചായിരുന്നു. അതില് ചായയില്ലേ? ആ ചായ ഇങ്ങനെ എഴുതണം അല്ലേ? കണ്ടോ? ചായ എഴുതിയിട്ട് ആ ചായയുടെ അതേ മേളിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് ഇങ്ങനൊരു വര വരച്ചാൽ അതിനെ ഇച്ഛ എന്ന് പറയും. എന്താണ് ഇച്ഛ? കൂട്ടുകാർ കണ്ടോ? ഇച്ഛ. ഇനി ഇഞ്ചയാണ്. അതെങ്ങനെയാണെന്നറിയാമോ? നമ്മൾ കെട്ടുപുള്ളി ഇട്ടില്ലേ? ഇങ്ങനെ കെട്ടുപുള്ളി ഇട്ടില്ലായിരുന്നോ? ആ കെട്ടുപുള്ളി ഇട്ടിട്ട് അതിലൂടെ തന്നെ ഒരു റാ വരച്ച്, അല്ലെ ഞാൻ എഴുതില്ലേ? ചായച്ച ഞാ. ആ ഞാൻ എഴുതുമ്പോ ആ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് ഇതാണ് ഇഞ്ച. കണ്ടോ? ഇഞ്ച. കൂട്ടുകാരുണ്ടല്ലോ, ഇച്ച, ഇഞ്ച. ഇനി ഇഞ്ച വെച്ച് എന്താണ്? മഞ്ചാടി, ഇഞ്ച, കൊഞ്ച്, ഇതൊക്കെ ഈ ഇഞ്ച വെച്ച് വരുന്ന വാക്കാണ്. ഇനി അടുത്ത് ഇന്നയാണ്. കണ്ടോണേ കൂട്ടുകാരെ? അതെങ്ങനെയാണ്? കെട്ടുപുള്ളിയിട്ട് താ പോലെ വന്ന് പിന്നെയും വന്ന് താ പോലെ വന്നാൽ ഇഞ്ഞ. കണ്ടോ? ഇഞ്ച, ഇഞ്ഞ. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് ഇത് ശരിക്കും നോക്കിക്കോണേ. ഇച്ച, ഇഞ്ച, ഇഞ്ഞ. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും വാക്കുകളാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. ആദ്യം പഠിച്ചത് ഇക്ക, ഇങ്ക, ഇങ്ങയായിരുന്നു. ഇക്ക വെച്ചെന്താണ്? ചക്ക എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതുപോലെ ഇങ്ക വെച്ചെന്താണ്? പങ്കായം എന്നൊക്കെ നമ്മൾ പറയില്ലേ? പങ്കായം എന്നൊക്കെ വരുന്നത് ഈ ഇങ്കയാണ്. ഈ ഇങ്ങ വെച്ചാണെങ്കിൽ
എന്നൊക്കെ വാങ്ങി, ചിങ്ങം എന്നുള്ളതിനൊക്കെ ആ ഇങ്ങയാണ് വരുന്നത്. അപ്പൊ ഇത്രയും അക്ഷരങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഇക്ക, ഇങ്ക, ഇങ്ങ, ഇച്ച, ഇഞ്ച, ഇഞ്ഞ, ഇത്രയും വാക്കുകളാണ് ഞാൻ പഠിപ്പിച്ചത് നിങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് ഇത് വീട്ടിൽ കൂട്ടുകാരൊക്കെ എഴുതി നോക്കണം. കൂട്ടക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കൂട്ടക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടുകാർക്കൊക്കെ ഇച്ചിരി പാടുള്ള അക്ഷരങ്ങളാണ്. അപ്പൊ ഇതൊന്ന് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് മനസ്സിലാവും. അതുപോലെ തന്നെ കൂട്ടുകാര് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ മ്യൂസിക്കും യോഗയൊക്കെ എന്നും ശീലിക്കണം. അതുപോലെ റീഡിങ് മെന്റാലിറ്റി, അതായത് എപ്പോഴും വായനാശീലം നമുക്ക് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഓരോ സ്പെഷ്യൽ ഡേയും നമുക്ക് വരുന്നതിന്റെ കാരണം എന്ന് പറയുന്ന ആ ഡേയുടെ പ്രത്യേകത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനാണ്. അതായത് റീഡിങ് ഡേ എന്ന് വരുമ്പോൾ ആ ദിവസമെങ്കിലും വായനാശീലം ഇല്ലാത്തവരാണെങ്കിൽ അവർ വായനയെ പറ്റി സ്കൂളിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ, സ്കൂളിലേക്കാണേലും സ്കൂളിൽ ഇപ്പോൾ കമ്പൽസറി ആയിരിക്കും വായനാ ദിനത്തിന് വാർത്തകൾ വായിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു പ്രസംഗം പറയണം. അപ്പൊ അത് കമ്പൽസറി ആകുമ്പോൾ കുഞ്ഞുങ്ങൾ അത് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ വായനാ ദിനം എന്ന് പറയുമ്പോൾ അവര് അതിനെ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നതിന്റെ കാര്യം, ലോകം ഇങ്ങനെ ആഘോഷിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ വായനാ ദിനം എന്ന് പറയുമ്പോൾ ആ ദിവസം വായനാ ദിനമാണ് എന്നൊരു മെന്റാലിറ്റി നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ എന്താണ്, സ്കൂളിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ പുസ്തകങ്ങൾ വായിക്കും, പ്രസംഗങ്ങൾ എഴുതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെയാണ് യോഗയുടെയും കാര്യം. യോഗാ ദിനമാണെന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാതാണേലും, ഇപ്പൊ മൊബൈൽ ഇതുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. ചുമ്മാതാണേലും യോഗ പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കും, അല്ലെങ്കിൽ യോഗ മൊബൈൽ എടുത്ത് ഇങ്ങനെ യോഗ അടിച്ച് ഇങ്ങനെ നോക്കും. അതുപോലെ മ്യൂസിക് എന്ന് പറയുമ്പോൾ മ്യൂസിക്കിന്റെ പ്രാധാന്യം എന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. അയ്യോ, എനിക്കൂടി പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊരു മെന്റാലിറ്റി അവരുടെ ഉള്ളിൽ വരും. അപ്പോൾ ഓരോ സ്പെഷ്യൽ ഡേയും നമുക്ക് വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ആ ദിവസം ആ സ്പെഷ്യൽ ഡേ വരുന്നതിന്റെ കാര്യം, അതിനെപ്പറ്റി നമ്മുടെ മനസ്സിലൊരു ഉപബോധം ഉണ്ടാക്കിയെടുക്കുക, ഒരു എന്താണത് എന്ന് നമ്മളിലൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ഓരോ വിശേഷ ഡേയും, അതായത് ഓരോ സ്പെഷ്യൽ ഡേകളും നമ്മൾ ആചരിക്കുന്നത്. ഇത് കൂട്ടുകാരെ എപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഓണം ആഘോഷിക്കുന്നു അല്ലെ? ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ വെറുതെ ഓണം ആഘോഷിക്കുക അല്ല. ഓണം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഓണത്തിന്റെ ഐതിഹ്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത് അല്ലെ? കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായ അപ്പൂപ്പൻ അമ്മൂമ്മമാർക്ക് വരെ ഈ കഥകളെല്ലാം ഇപ്പൊ കാണാപ്പാടമാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ എല്ലാ വർഷവും നമ്മൾ കണ്ട് ജനിച്ച കാലം തൊട്ട് നമ്മൾ കാണുന്ന ഈ ഓരോ ആഘോഷങ്ങളും നമുക്ക് കമ്പൽസറിയാണ്. അപ്പൊ അതിനെപ്പറ്റി അറിയാനുള്ള ജിജ്ഞാസ നമുക്ക് കൂടും. അപ്പൊ നമ്മളത് അന്വേഷിക്കും. അങ്ങനെയാണ് അത് പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്പെഷ്യൽ ഡേകൾ. നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ഡേകൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോഴും അല്ലെങ്കിൽ ആചരിക്കുമ്പോഴും നമുക്ക് അതിനെപ്പറ്റി അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി വരും. അപ്പൊ നമുക്ക് അതിലേക്ക് നമ്മൾ നമ്മുടെ ദിശയിൽ, അതായത് നമ്മുടെ ഒബ്സർവേഷൻ അതിനകത്തോട്ട് മാത്രമായിരിക്കും. അപ്പൊ നമുക്ക് റീഡിംഗ് ഡേ ആണ്, വായിച്ചേക്കാം, അല്ലെ യോഗ ഡേ ആണ്, ഒന്ന് ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ മ്യൂസിക് ഡേ ആണ്, ഇന്ന് തൊട്ട് ഞാനൊരു പാട്ട് കേട്ട് കിടന്നുറങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ ഞാനൊരു മെലഡി സോങ് കേൾക്കും, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം വരുമ്പോൾ ഞാനൊരു ഫാസ്റ്റ് സോങ് കേൾക്കും, ഫാസ്റ്റ് സോങ് കേട്ട് ഡാൻസ് കളിക്കും എന്നൊക്കെ നമ്മുടെ മൈൻഡിൽ ഒരു മെന്റാലിറ്റി വരുത്തും. അതിനാണ് ഇപ്പൊ ഒരുപാട് ഡേകൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഫാദേഴ്സ് ഡേ ഉണ്ട്, മദേഴ്സ് ഡേ ഉണ്ട് അല്ലെ, ടീച്ചേഴ്സ് ഡേ ഉണ്ട് ഇല്ലേ? എത്ര കുഞ്ഞുങ്ങൾ, നിങ്ങളിൽ എത്ര കൂട്ടുകാരാണ് ടീച്ചേഴ്സ് ഡേക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിന് ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ അയക്കുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്? നിങ്ങളിൽ എത്ര പേരുണ്ടായിരിക്കും അല്ലെ? ഇന്ന് ഭൂരിഭാഗം കുട്ടികളും അങ്ങനെ കൊടുക്കുന്നവരാണെന്നാണ് എൻ്റെ ഒരു അനുമാനം. പക്ഷെ അങ്ങനെ കൊടുക്കാത്ത കൂട്ടുകാരും ഉണ്ടായിരിക്കും. പക്ഷെ ഒന്ന് മേടിച്ചു കൊടുത്തില്ലേലും അന്ന് ടീച്ചേഴ്സിനോട് എന്ന് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഗുരുക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം, ഒരു അതായത് റെസ്പെക്റ്റ് ആണത്. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും അവരിൽ നിന്ന് നമുക്ക് കിട്ടും. അതൊരു അനുഗ്രഹമായിട്ട് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ ഫാദേഴ്സ് ഡേ. ഫാദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാരെ നോക്കാത്തവർ പോലും അന്ന് വേണേ അച്ഛനമ്മമാരുള്ള ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലും ഒക്കെ. എന്തിനാണ് അന്ന് ഒരു അപ്പം നമുക്കൊന്ന് ആശ്വസിക്കാം, അവരെ അച്ഛന്മാരെ നോക്കിയില്ല, ആ ഒരു ദിവസമെങ്കിലും അവർ ഓർക്കുന്നുണ്ടല്ലോ, ആ ഒരു ദിവസം അവരെ ഓർക്കാൻ വേണ്ടിയെങ്കിലും ഈ ഡേ ഒരു കാരണമായല്ലോ അല്ലേ? അങ്ങനെ ചിന്തിക്കാം. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, വുമൻസ് ഡേ, സ്ത്രീകളുടെ ഡേ അല്ലെ? സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതിനാണ് വുമൻസ് ഡേ. അതൊരു ഇത്രത്തോളം പ്രാധാന്യം സ്ത്രീകൾക്കുണ്ട്. അന്ന് പല ഉയർന്ന തലത്തിൽപ്പെട്ട സ്ത്രീകളെ നമ്മൾ ആദരിക്കും, നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ ആദരിക്കും അല്ലെ? അപ്പം അങ്ങനെ പല ഡേകളും നമുക്ക് സംഘടിപ്പിച്ച് തരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഓരോ ഡേയും കണ്ടക്ട് ചെയ്യുന്നത്
എന്ന് പറയുന്നത് നമുക്ക് ആ ദിവസത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ബോധം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ കൂട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ അത് ആചരിക്കുമ്പോൾ ആ ദിവസത്തിലേക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കാതെ നിങ്ങളുടെ ദിവസവുമുള്ള ദിനചര്യകളിൽ നിങ്ങൾ ഈ കാര്യങ്ങളോട് ഉൾപ്പെടുത്തുക. ഇപ്പം യോഗ ഡേ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ദിവസം യോഗ ചെയ്തു പിന്നീട് ഞാൻ ചെയ്തില്ല എന്നുള്ള തീരുമാനത്തിലെത്താതെ ഇനിയും ഞാൻ എന്തും യോഗ ചെയ്യും, അപ്പൊ എൻ്റെ മനസ്സിനൊരു ഉന്മേഷവും എൻ്റെ മൈൻഡ് എപ്പോഴും റിലാക്സും ആവും എന്നൊന്ന് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്നും അതൊരു കണ്ടന്റ്. ഇപ്പം വെളുപ്പിനെ എണീറ്റ് യോഗയൊക്കെ ചെയ്തിട്ട് നിങ്ങളൊന്ന് പഠിക്കാനൊക്കെ ഇരുന്ന് നമുക്ക് നല്ലവണ്ണം മനസ്സിലാവും. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ മ്യൂസിക്, എത്രത്തോളം നമ്മുടെ കാതുകളിൽ മ്യൂസിക് എത്തുന്ന അത്രത്തോളം നമ്മൾ റിലാക്സ് ആവും. അപ്പൊ നിങ്ങൾ പാട്ടുകളൊക്കെ എപ്പോഴും കേൾക്കും. ഇതൊക്കെ നമ്മുടെ പല ഫ്രസ്ട്രേഷനായ അവസ്ഥകളിൽ നിന്ന് മനുഷ്യർക്ക് ഒരു ഹെൽപ്പാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇനിയും ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരു പ്രത്യേക ദിവസത്തിന് വേണ്ടി മാത്രം ആ ദിവസത്തെ അല്ലെങ്കിൽ ആ വിഷയത്തെ നമ്മൾ ആദരിക്കാതെ എല്ലാ ദിവസവും അതിനു വേണ്ടിയുള്ള സ്ഥിരം ആ യോഗയാണേലും അതുപോലെ തന്നെ മ്യൂസിക് ആണേലും അതുപോലെ തന്നെ അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നതാണേലും സ്ത്രീകളെ ബഹുമാനിക്കുന്നതാണേലും അങ്ങനെ ഓരോ സ്പെഷ്യൽ ഡേകളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ആയിട്ട് നമ്മളത് വില മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ അക്ഷരങ്ങളാണ് പഠിച്ചത്. ഞാൻ ഒന്നുകൂടെ റിവൈൻ ചെയ്യുകയാണ് ഈ അക്ഷരം. ഞാൻ ഏതൊക്കെ അക്ഷരങ്ങളായിരുന്നു ഭൂഷണം പഠിപ്പിച്ചതെന്ന് വെച്ചാല് ഇക്ക, ഇങ്ക, ഇങ്ങ. പിന്നെ ഏതാണ് ഇന്ന് പഠിപ്പിച്ചത് ഇച്ച, ഇഞ്ച, ഇഞ്ഞ. അപ്പൊ ഇച്ച വെച്ച് ഏതൊക്കെ വാക്കായിരുന്നു ഞാൻ പറഞ്ഞത്? ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ അത് മറന്നു പോയോ എന്ന് എനിക്ക് അറിയണമല്ലോ. ഇച്ച എന്ന് പറയുമ്പോൾ ഇച്ച, ഇഞ്ച എന്ന് പറയുമ്പോൾ ഇഞ്ച മഞ്ചാടി, ഇഞ്ഞ എന്ന് പറയുമ്പോൾ മഞ്ഞ എന്നൊക്കെ പറയത്തില്ലേ? ഇങ്ങനെയാണ് ഇത്. അപ്പം പല വാക്കുകളും ഞാൻ പഠിപ്പിച്ചെങ്കിലും ഈ കൂട്ടക്ഷരം ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ടഫ് ആയിരിക്കും. അതുകൊണ്ട് കൂട്ടക്ഷരം ഞാൻ 3 അക്ഷരം വീതം നിങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ കാര്യം അതാണ്. അപ്പൊ ഈ അക്ഷരം ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ അച്ഛനമ്മമാരോട് ഒന്നുകൂടി ചോദിച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കി എടുക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ ആരും എനിക്കൊരു കമന്റ് പോലും അയച്ചില്ല. ഗിഫ്റ്റ് ഞാൻ ഇന്ന് കാണിക്കാന്നാണ് പറഞ്ഞത്. ഒരു കമന്റെങ്കിലും വന്നിരുന്നെങ്കിൽ എനിക്കത് കാണിക്കാനൊരു സന്തോഷം ഉണ്ടായേനെ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ എനിക്ക് കമന്റ് അയക്കാത്തതെന്ന് എനിക്കറിയില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയിലോട് താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു കമന്റെങ്കിലും എനിക്ക് അയച്ച് അതിനോടൊരു മറുപടി തരാമെങ്കിൽ ഞാൻ എൻ്റെ ഗിഫ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കമന്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം ഒന്നുകൂടി ഞാൻ പറയാം, ഓരോ സ്പെഷ്യൽ ഡേയും നമ്മൾ ആ ദിവസത്തേക്ക് വേണ്ടി മാത്രം ആചരിക്കാതെ ബാക്കി എല്ലാ ദിവസവും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ ഓരോ ദിവസവും ആ ഓരോ ഡേകളും ദിവസത്തേക്ക് മാത്രം ആഘോഷിക്കാതെ ഓരോ ദിവസവും നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വേഷവും ഒരു സ്പിരിറ്റും നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ഉണർവും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത് 100% എൻ്റെ ഉറപ്പാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.